പക്ഷെ നിന്റെ നാട്ടുകാരൻ നിന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് നീ വരാന്തയ്ക്ക് മുമ്പേ ഉണ്ടാവനാ, നീ അമ്മയും ഭാര്യയും വീട്ടിൽ ജീവിക്കുന്നവനാ, അങ്ങനെയൊക്കെ പറയുന്നത് നടക്കണ എനിക്ക് മനസ്സിലാവുന്നില്ല. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇന്ന് മൊത്തത്തിൽ നമ്മൾ സാധാരണ വാർത്തകളും ന്യൂസുകളും കാണുന്നവര് സ്വാഭാവികമായിട്ട് ഇന്ന് ഇത് സർവ്വസാധാരണമായിട്ട് നടക്കുന്നതാണ്. തന്തക്ക് വിളിയും തള്ളക്ക് വിളിയും മക്കൾക്ക് വിളിയും ഭാര്യക്ക് വിളിയും അതും ഇതും ഒക്കെ ആയിട്ട് തിരിച്ചു വിളിക്കുന്നു, തിരിച്ചു പറയുന്നു, തിരിച്ചു വിളിക്കുന്നു. അതിന്റെ സർവ്വസാധാരണ. പക്ഷെ ഇത് കുറച്ച് അധികമായി പോയി, കൂടിപ്പോയോ എന്ന് എനിക്കൊരു സംശയം. അതിന് വയറ് നിറച്ച് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ മഹാൻ അഖിൽമാരാർ എന്ന് പറയാം. പുള്ളിയുടെ പല പല കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ, പറയുന്നത് നമുക്ക് അംഗീകരിക്കാം. എന്നാൽ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല കേട്ടോ. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിലെ അങ്ങേറെ തള്ളക്കും പെൺപിള്ളക്കും 2 പിഞ്ചു കുട്ടികൾക്ക് വരെ അഴിഞ്ഞാടി ഒരു ആൽഫിൻ എന്ന് പറയുന്ന ഒരു സീരിയൽ നടിയുടെ ഒരു കെട്ടിയവൻ, അദ്ദേഹം നല്ല രീതിക്ക് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഡയലോഗ് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഇതല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ കയറി കഴിഞ്ഞാൽ തട്ടാന്ന് തോന്നുന്നു. കാരണം സ്വന്തം തള്ളേനെ പറയാൻ ആരാണെങ്കിലും, അത് എത്ര മോശക്കാരിയാണെങ്കിലും എത്ര നമുക്ക് ഇഷ്ടമല്ലാത്തവരാണെങ്കിലും, നമ്മൾ സ്വന്തം തള്ളേനെ വേറൊരാൾ നമ്മൾ പറയുന്നവർ വേറൊരാൾ പറയണ കേട്ട് കഴിഞ്ഞാൽ നമുക്കത് പിടിക്കണമെന്നില്ല. എന്നാൽ ഈ അങ്ങനെ പറഞ്ഞ ഡയലോഗ് ഞാൻ കേൾപ്പിച്ചായിരുന്നു, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. അഖിൽമാരാർ വിന്നറായത് അഖിൽമാരാരുടെ ഭാര്യയോ അമ്മയോ മക്കളെ കൂട്ടിക്കൊടുത്തിട്ടാണെന്ന് ഞാൻ പറയുമ്പോഴേ അഖിൽമാരാർക്ക് പൊള്ളുള്ളൂ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അഖിൽമാരാര്. അയാൾ ഒന്നുകിൽ അത് കിട്ടേണ്ട ആള് തന്നെയാണ്. അന്ന് അഖിൽമാരാർ അതിന് വേണ്ടി മറുപടി പറയും. സർവ്വസാധാരണമായിട്ട് ഇന്ന് അഖിൽമാരാർ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം നല്ലൊരു ഇൻഫ്ലുവൻസർ ആണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് മിണ്ടാണ്ടിരിക്കും. കാരണം അദ്ദേഹം ഒരു ഡയലോഗ് ഇട്ടുകഴിഞ്ഞാൽ അത് വൈറലാവുന്നു, അല്ലെങ്കിൽ നാട്ടുകാർ അത് മൊത്തത്തിൽ അതിനൊരു സംസാരം വരുന്നു അറിഞ്ഞിട്ട് കൂടി സ്വന്തം തള്ളേനെ വിളിച്ച് കഴിഞ്ഞാൽ അവന് കൊടുത്ത മറുപടി എന്താണെന്ന് കേട്ടില്ല. സത്യം പറഞ്ഞിരിക്കും ആണ് തന്നെയെന്നാ പറയാൻ പറ്റുള്ളൂ. എന്ത് കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് അംഗീകരിക്കാൻ പറ്റുന്നവർക്ക് അംഗീകരിക്കാം, അല്ലാത്തവർക്ക് അംഗീകരിക്കേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങേര് പറയുന്ന കാര്യങ്ങളിൽ പലതുണ്ട്. ഇത് ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ ബാധിക്കുന്നതല്ല, ഇങ്ങനെ വൈഫിനെയും ബാധിക്കുന്നതല്ല, ആരെയും തന്നെ ഇങ്ങനെ കുടുംബത്തിലെ ബാധിക്കാത്ത ഒരു കാര്യം കയറി ഏടി പിടിച്ചിട്ട് ഇങ്ങനെ കിട്ടിയ അവസ്ഥ ഉണ്ടല്ലോ. അതായത് വടി കൊടുത്ത് അടി മേടിക്കുക, അല്ലെങ്കിൽ ചോദിച്ച് മേടിച്ചെന്ന് പറയില്ലേ, ആ ഒരു ഇതാണ് ശരിക്കും നന്ദയില്ലാത്തരം തന്നെ പറയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ ഡയലോഗ് ആ ഒരു വ്യക്തിയെ പറ്റി പറഞ്ഞപ്പോൾ അതിന് അഖിൽമാരാർ കൊടുത്ത നല്ല മറുപടി, നല്ല പക്ക ആണായിട്ടുള്ള ഒരു മറുപടി ഇല്ല, തന്തക്ക് പറഞ്ഞ മറുപടി. ഹലോ, പല തന്തയ്ക്ക് മുമ്പേ ഉണ്ടായ ആൽബിയല്ലേ, പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല. നിങ്ങൾ അങ്ങനെ ഉണ്ടായാലെന്ന് എനിക്കറിയാം. അഖിൽമാരാണേ. അല്ല, നീ എന്താ ചോദിച്ചു? ആദ്യം ചോദിച്ചു. അല്ല, പല തന്തയ്ക്ക് മുമ്പേ ഉണ്ടായ ആൽബിയല്ലേ, പക്ഷെ ഇന്ന് ഞാനങ്ങനെ പറയത്തില്ല. നാട്ടുകാരങ്ങനെ പറയുമായിരിക്കും, പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല. നീ ഭാര്യ അമ്മയെ വിറ്റ് ജീവിക്കുന്ന നാട്ടുകാർ പറയും, പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല. എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായം. നീ എന്താ പറയല്ലേ? എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായം. നീ നല്ല അങ്ങനെ പോലത്തെ മനുഷ്യനാ. പിന്നെ പക്ഷെ നിന്റെ നാട്ടുകാരൻ നിന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് നീ വരാന്തയ്ക്ക് മുമ്പേ ഉണ്ടാവനാ, നീ അമ്മയും ഭാര്യയും വീട്ടിൽ ജീവിക്കുന്നവനാ, അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോടാ? അത് എടാ നിന്നെ വഴിയിലിട്ട് എനിക്കറിയത്തില്ല കേട്ടോ, അതിനെ പറ്റിയൊന്നും എനിക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഓഹോ, എനിക്കൊരു മൈലില്ലടാ മൈലേ. നീ ഇരിക്കുന്ന നിന്റെ വീട്ടിൽ ചെവുക്കൽ അടിച്ചു പറിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഈ ചെവുക്കൽ ഞാൻ അടിച്ചു പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നവർ എഴുതാൻ ഞാൻ മനസ്സിലായത്. നീ ആരെയും സോഷ്യൽ മീഡിയയിൽ വന്ന് ആരും തന്തക്ക് വിളിക്കാനോ തള്ളക്ക് വിളിക്കാനോ നിൽക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യമില്ല, അങ്ങേത്തെ ബാധിക്കണേ കാര്യമില്ലാത്ത കാര്യത്തിന് പോയി ഏണി വെച്ചാണ് ഇപ്പൊ കിട്ടിയത്. ആർക്കാ? വയറ് നിറച്ച് വീട്ടിലിരിക്കണവർക്കും കിട്ടി, എല്ലാവർക്കും കിട്ടി. അപ്പോ സലാം.